നമ്മുടെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മണ്ണ് ഉറച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചകിരി കമ്പോസ്റ്റോ അതുമല്ലെങ്കിൽ പെർലൈറ്റോ അതും കിട്ടാൻ ലഭ്യമല്ലെങ്കിൽ ഉമിയോ ചേർത്തിട്ട് വേണം പോട്ടി മിക്സ് തയ്യാറാക്കാൻ. തീർച്ചയായിട്ടും നമ്മുടെ പൊട്ടുപൊടിക്ക് അതിൻ്റെ മാവ് എപ്രകാരമാണോ തയ്യാറാക്കപ്പെടുന്നത് അതുപോലെ പൊടിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെ പ്ലാന്റ്സുകൾ നട്ടുപിടിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിനെ പരിചരിക്കാനും സാധിക്കുകയുള്ളൂ. കൃഷിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ ഫ്ലവറുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യാസു വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയരെ, ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുമല്ലോ. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതിനെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ, അതുപോലെ തന്നെ 2-3 മാസക്കാലം അതിനെങ്ങനെയാണ് പരിചരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിനെ പരിചരണം നടത്തേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഫ്രൂട്ട് പ്ലാന്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അധികം ഉഷ്ണമുള്ള സമയം, വെയിലുള്ള സമയം, അതായത് മാർച്ച് ഏപ്രിൽ മാസം, അതുപോലെ തന്നെ കൂടുതൽ ശൈത്യമുള്ള സമയം, നമ്മുടെ ജൂൺ മാസം, ജൂലൈ മാസം അവസാനം, ആഗസ്റ്റ്, ഈ സമയങ്ങളിലെല്ലാം നമ്മൾ പ്ലാന്റ്സുകൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ വാങ്ങിക്കഴിഞ്ഞാൽ മാറ്റി നടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ സമയത്തെല്ലാം വെയിലിൻ്റെ അതിതീവ്രമായ വെയിലിൻ്റെ ആ ഒരു സമയം കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്ലാന്റ്സുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ വാടിപ്പോയേക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാറ്റി നടണം എന്നുള്ള ഒരു നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ പോട്ടിലേക്കോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്കോ നമ്മൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആ ഗ്രോ ബാഗിൽ വെച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ വളവും വെള്ളവും പരിചരണവും നൽകി അതിനെ ഒരു തണലായ സ്ഥലത്തേക്ക് മാറ്റിവെച്ച് അതൊരു വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എവിടേക്കാണോ മാറ്റപ്പെടാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നിലത്താണെങ്കിൽ നിലത്ത്, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ, അല്ലെങ്കിൽ പോട്ടിലേക്ക്, ഏതൊരു സ്ഥലത്തേക്കാണോ നമ്മൾ മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ മാറ്റി നടുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഏതൊരു ഫ്രൂട്ട് പ്ലാന്റ്സും അല്ലെങ്കിൽ ഏതൊരു പ്ലാന്റ്സും നമ്മൾ മാറ്റി നടുമ്പോൾ ആ മാറ്റി നടുന്ന ആ ഒരു പ്ലേസ്, ഇപ്പോൾ നിലാണെങ്കിൽ നിലത്ത്, അല്ലെങ്കിൽ നമ്മുടെ പോട്ടിൽ, ഗ്രോ ബാഗിലെല്ലാം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നടുമ്പോൾ നമ്മൾ പോട്ടി മിക്സിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. പോട്ടി മിക്സ് നന്നായാൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മളെ പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ വളർന്നു വരികയും ഫലപുഷ്ടിയുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കനിഞ്ഞു തരികയും ചെയ്യുകയുള്ളൂ. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ നിലത്താണ് പ്ലാന്റ്സ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 2-2 ഒരു കുഴിയെടുത്ത് അതിലേക്ക് ഒരു 200-250 ഗ്രാം കുമ്മായപ്പൊടി ചേർത്ത്, പിന്നെ അതിലേക്ക് പച്ചയിലയോ മറ്റുള്ള വളങ്ങളെല്ലാം ചേർത്ത് അത് മണ്ണിട്ട് മൂടുക. എന്നിട്ട് നമ്മൾ ഒരു 15 ദിവസം വരെ വെയിറ്റ് ചെയ്യുക. ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നനവുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. കാരണം അതിലുള്ള സൂക്ഷ്മകീടങ്ങളെല്ലാം നശിച്ച് പിന്നെയും അത് നല്ലൊരു ജൈവവളമായി വരണമെങ്കിൽ തീർച്ചയായിട്ടും 15 ദിവസം പിന്നിടും.
അങ്ങനെ 15 ദിവസം പിന്നിട്ടതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും ആ ഒരു എവിടെയാണോ നമ്മൾ മണ്ണിട്ട് മൂടിയത് അവിടെ വീണ്ടും നമ്മൾ കുഴിയെടുത്തുകൊണ്ട് നമ്മളെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള വളമുള്ളത് മസ്റ്റായിട്ട് നമ്മൾ ഒരു പ്ലാന്റ്സ് നടുന്ന സമയത്ത്, ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ഏതൊരു പ്ലാന്റ്സ് നടുന്ന സമയത്ത് ചെടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് നൈട്രജനാണ്. നൈട്രജനിലൂടെയാണ് ഏതൊരു പ്ലാന്റ്സും അതിൻ്റെ ആ ഒരു തുടക്കം കുറിക്കുന്നത്. അതിനാൽ തന്നെ ജൈവവളം മസ്റ്റായിട്ട് നമ്മൾ അടിവളമായിട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൈട്രജൻ കൂടുതലുള്ള വളമാണ് ചാണകം എന്ന് പറയും. അപ്പോൾ നമുക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കമ്പോസ്റ്റ് വളം ഉണ്ടെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് വളമൊക്കെ തയ്യാറാക്കുന്ന ആളുകളുണ്ടാവും, അപ്പോൾ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള ജൈവവളം ഉണ്ടാവും, അതെല്ലാം ചേർത്ത് പോട്ട് മിക്സ് ചേർത്ത് നമ്മൾ നല്ലൊരു പോട്ട് മിക്സ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. കാരണം നൈട്രജൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഘടകമാണ്. ചെടികൾക്ക് അതിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് നൈട്രജനാണ്. പിന്നെയാണ് നമ്മൾ കുറച്ചായിട്ട് ഫോസ്ഫറസും അതുപോലെ തന്നെ പൊട്ടാസ്യം എല്ലാം കൊടുത്ത് പോരേണ്ടത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ എന്താണോ വളമുള്ളത് അതെല്ലാം നമുക്ക് ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ വളം ചേർക്കുന്ന സമയത്ത് ആ ഒരു പ്രതലത്തിൽ, ആ ഒരു സ്ഥലത്ത് നനവുണ്ടാകണം. കാരണം ഈർപ്പമുള്ള സ്ഥലത്തെ തീർച്ചയായിട്ടും പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പോട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗ് എടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മർമ്മപ്രധാനമായിട്ട് നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ പോട്ട് മിക്സ് തയ്യാറാക്കിയാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പരിഹാരം നേടാൻ സാധിക്കും. അതിനാൽ തന്നെ ആ മണ്ണൊരുക്കുന്ന സമയത്ത് തന്നെ തീർച്ചയായിട്ടും നമ്മൾ പോട്ട് മിക്സും നല്ല രീതിയിൽ ഉണ്ടാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നട്ടുകൊടുത്താൽ മതി. അപ്പോൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്ലാന്റ്സ് നടുമ്പോൾ നല്ല രീതിയിൽ വേരോട്ടം ലഭിക്കുകയും അതുപോലെ തന്നെ പ്ലാന്റ്സുകൾക്ക് വളർന്നു വരാൻ അതൊരു കാരണമാവുകയും ചെയ്യും. അതിനാൽ തന്നെ നമ്മളെ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എന്തെന്നാൽ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കുക? തീർച്ചയായിട്ടും അവിടെ ജീവാംശത്തിൻ്റെ അളവുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫലഭൂഷ്ടിയുള്ള മണ്ണിലല്ലായിരിക്കും നമ്മൾ നടുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന്ന് ബാക്കി വന്ന അവശേഷിക്കുന്ന ആ ഒരു മണ്ണിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് നടുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന മണ്ണിലായിരിക്കും. തീർച്ചയായിട്ടും ഈ മണ്ണിൽ ജൈവാംശം വളരെ കുറവായിരിക്കും. മേൽമണ്ണിലാണ് ജൈവാംശം കൂടുതലുണ്ടാവുക. അതിനാൽ തന്നെ അടിമണ്ണിൽ അത് കാണപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഒരു 15 ദിവസം വെയിറ്റ് ചെയ്ത് കുമ്മായം ഒക്കെ ചേർത്ത് നമ്മൾ നനച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നടുന്ന സമയം എപ്പോഴാണോ ആ സമയത്ത് നമ്മളുടെ അടിവളമായിട്ടുള്ള കയ്യിൽ ലഭ്യമായിട്ടുള്ള എന്ത് വളമാണോ ഉള്ളത്, മർമ്മപ്രധാനമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളമാണ്. നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഏത് വളവും നമുക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. പ്രധാനമായിട്ടും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശീമക്കൊന്ന, ഇതൊക്കെ അതിന് ഉത്തമ ഉദാഹരണമാണ്. തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ പ്ലാന്റ്സ് നടുമ്പോൾ മണ്ണ് പശിമയുള്ള ആ ഒരു പശയുള്ള മണ്ണായിരിക്കും. അതിനാൽ തന്നെ നനയുന്ന സമയത്ത് അതൊരു പശ പോലെയും അതുപോലെ തന്നെ ഡ്രൈ ആവുന്ന സമയത്ത് പാറക്കെട്ട് പോലത്തെ പാറ എങ്ങനെയാണോ അതുപോലെ ഉറച്ച മണ്ണായിരിക്കും. ഇതിൽ നമ്മുടെ പ്ലാന്റ്സുകൾ
വളരുകയില്ല എന്ന് മാത്രമല്ല മുരടിച്ചു പോവുകയോ അല്ലെങ്കിൽ വാടിപ്പോവുകയോ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്ലാന്റ്സുകൾ നടുന്ന സമയത്ത് നല്ല രീതിയിൽ അടിവെള്ളം കൊടുത്ത് വാമുണ്ടെങ്കിൽ നമുക്ക് വാം അപ്രകാരം ആ സമയത്ത് ചേർക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ അടിവെള്ളം കൊടുത്ത് നമ്മൾ പരിചരിച്ച് പോരുകയാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആ ഒരു പ്ലാന്റ്സ് മെച്യൂർ ആകുന്നതിനനുസരിച്ച് നമുക്ക് പോളിയർ വളങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള വളങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അതിനെ ഫലപുഷ്ടിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഏകദേശം ഒരു 2-3 മാസത്തോളം ഞാൻ ഈ പറഞ്ഞ ഇപ്രകാരമാണ് നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ്, അത് പോട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഗ്രോ ബാഗിലാണെങ്കിലും നിലത്താണെങ്കിലും ഇപ്രകാരമാണ് നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കേണ്ടത്. പോട്ട് മിക്സ് നന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാന്റ്സുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ വളർന്ന് നല്ല രീതിയിലേക്ക് എത്തും. അതിനാൽ നമ്മൾ തുടക്കം മുതലുള്ള ആ കാര്യങ്ങൾ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഒരു പ്ലാന്റ്സ് നട്ടു, എപ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് പിന്നെ പ്ലാന്റ്സ് ഉഷാറാവുന്നില്ല, വാടിപ്പോകുന്നു, മെച്യൂർ ആവുന്നില്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാൽ തന്നെ ആ തുടക്കത്തിൽ തന്നെ അടിവളമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് എന്താണോ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളം ചേർത്ത് നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജൈവാംശമുള്ള മണ്ണിൽ ആ ഒരു ഫലവൃക്ഷം നന്നായിട്ട് വളരുകയും അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിൽ നിന്ന് ഫലകായികനികൾ പറിച്ചെടുക്കാനും സാധിക്കും. പിന്നെ നമ്മൾ ഉള്ള ആളുകൾ പറയുന്ന പ്രശ്നമാണ് കീടങ്ങളെ ശല്യം, അതുപോലെ തന്നെ പുഴുക്കളെ ശല്യം. ഇതിനെക്കുറിച്ചും ഇതിന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അസുഖം വരുന്നതിനേക്കാൾ നമ്മളെന്താണ് അതിനെ അസുഖം വരാതെ നോക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുൻകരുതലുകൾ സ്വീകരിക്കണം. തീർച്ചയായിട്ടും അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ പോട്ടിലോ ഗ്രോ ബാഗിലോ ആണ് നമ്മൾ നടുന്നതെങ്കിൽ തീർച്ചയായിട്ടും മണ്ണ് ഉറച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. പാറ പോലെ ഉറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പൊട്ടി മിക്സ് കൊടുത്ത് ആ ഒരു പുട്ടുപൊടിക്ക് എങ്ങനെയാണോ നമ്മൾ മാവ് തയ്യാറാക്കുന്നത് അതുപോലത്തെ രീതിയിൽ ആ ഒരു പൊട്ടി മിക്സോട് കൂടി നമ്മളെ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നല്ല ഗ്രോത്തോട് കൂടി വളർന്നു വരും. പിന്നെ ആളുകൾ ചോദിക്കുന്നതാണ് ഈ 2-3 മാസം കഴിഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഈ ഒരു 2-3 മാസം പിന്നിട്ടതിൻ്റെ ശേഷം നമുക്ക് 19 ഇത് നമുക്ക് ഒരു 2 ഗ്രാം 3 ഗ്രാം അളവിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 15 ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച പിന്നിട്ട ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും അത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും പ്ലാന്റിൻ്റെ ആ ഒരു കരുത്തിനൊക്കെ ഏറ്റവും ഉതകുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടെ ഒഴിച്ചു കൊടുക്കാം. കാരണം വിരകളിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സ് വാടിപ്പോകുന്ന ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധി വരെ ഈ ഒരു സൂഡോമോണസ് രക്ഷയേകും. കാരണം പ്ലാന്റ്സിൻ്റെ ഒരു മിത്രമാണ് നമ്മുടെ സൂഡോമോണസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ശേഷം നമുക്ക് പോളിയർ വളങ്ങളെല്ലാം കൊടുത്ത് പോളിയർ സ്പ്രേ ഒക്കെ ചെയ്ത് തീർച്ചയായിട്ടും നമ്മളെ പ്ലാന്റ്സിനെ നല്ല ഗ്രോത്തോടു കൂടി വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ പ്ലാന്റ്സ് നല്ല ഗ്രോത്തോടു കൂടി വളർന്നു വരും. മാത്രമല്ല നല്ല മെച്യൂർഡായിട്ട് വളർന്നു വരികയും അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട് കായനികൾ നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാനും സാധിക്കും. പിന്നെയുള്ള പ്രശ്നമാണ് നമ്മുടെ ഫംഗസ്, പിന്നെ കീടങ്ങളുടെ ആക്രമണം. ഇതിന് നമ്മൾ തീർച്ചയായിട്ടും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇതൊരു 2 മില്ലി നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട്
രാവിലെ ആ ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു 7 മണി സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും പ്രാണികളും അതുപോലെ തന്നെ ഫംഗസുകളും കീടങ്ങളും വരുന്നതിന് മുമ്പേ നമ്മളിത് ചെയ്തു കൊടുക്കണം. എങ്കിലേ നമുക്ക് അതുകൊണ്ട് രക്ഷയുള്ളൂ. വന്നതിൻ്റെ ശേഷം നമുക്ക് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം വന്നതിൻ്റെ ശേഷം നമ്മൾ ചെയ്തിട്ട് അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ടൊരു ഗുണമില്ല എന്ന് പറഞ്ഞതിൻ്റെക്കാൾ തീർച്ചയായിട്ടും വരുന്നതിനേക്കാൾ മുന്നോടിയായിട്ട് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു പരിധിവരെ കീടങ്ങളിൽ നിന്നും ഫംഗസിൽ നിന്നും അക്രമങ്ങളിൽ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട രീതിയിലെല്ലാം നമ്മളെ പ്ലാന്റ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനെ രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതിൽ നമ്മുടെ പ്ലാന്റ്സ് നടുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു സ്പോട്ടിൽ നമ്മൾ പ്ലാന്റ്സ് നടുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ കൊടുക്കുന്ന ആ വളങ്ങൾ അത് അവർക്ക് വലിച്ചെടുക്കാൻ സമയം വളരെ കൂടുതൽ ആവശ്യമായി വരികയും ഒരു പക്ഷേ അത് വളർച്ച മുരടിച്ചു പോവുകയോ വാടിപ്പോവുകയോ ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഒരു 15 ദിവസം നമ്മൾ കുമ്മായപ്പൊടിയെല്ലാം ചേർത്ത് അതിനെ മെരുക്കിയെടുത്തതിന് ശേഷം ആ മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാന്റ്സ് നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളങ്ങൾ ആഗിരണം ചെയ്യാനും അത് വേരുകൾക്ക് ആഗിരണം ചെയ്യാനും അതുപോലെ തന്നെ മണ്ണിലൂടെ വേരുകൾ നല്ല രീതിയിൽ ഓടാനും പ്ലാന്റ്സുകൾ വളർന്നു വരാനും അതൊരു സഹായകമാകും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്ലാന്റ്സ് നടുന്ന സമയത്ത് അവിടെ പച്ചിലൊക്കെ വീണ് ഓൾറെഡി ജൈവാംശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ വളമുള്ളത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളം ചേർത്ത് തീർച്ചയായിട്ടും നമുക്ക് പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളർന്ന് വരികയും നല്ല ഗ്രോത്തോടു കൂടി മെച്യൂറോടു കൂടി അത് പിടിച്ചു കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ ഓൾറെഡി ജൈവാംശമുണ്ട്. ജൈവാംശമില്ലാത്ത ഒരു മണ്ണിലാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം നമ്മൾ ആ മണ്ണിനെ ട്രീറ്റ് ചെയ്ത് അതിനെ പാകപ്പെടുത്തിയതിൻ്റെ ശേഷം പ്ലാന്റ്സ് നട്ടെങ്കിൽ നട്ടുപിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നാം പറഞ്ഞതുപോലെ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ വളർന്നു വരികയും അതുപോലെ തന്നെ നല്ല ഗ്രോത്തോടു കൂടി മെച്ചൂർഡ് കൂടി വളർന്നു വരികയും ഒരു പരിധിവരെ കീടങ്ങളിൽ നിന്നും ഫംഗസുകളിൽ നിന്നെല്ലാം നമ്മളെ പ്ലാന്റ്സിനെ രക്ഷപ്പെടുത്താനും സാധിക്കുക. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളെ ഈ വീഡിയോ പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ കൃഷിയെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരിലേക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ നല്ലൊരു ടോപ്പിക്കുമായിട്ട് പ്ലാന്റ്സിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.